പ്രധാന സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ശ്രീ ആൻഡോ അഗസ്റ്റിൻ ടെലിഫോൺ ലൈനോട്. ശ്രീ ആൻഡോ അഗസ്റ്റിൻ, ഇന്നലെ താങ്കൾ പ്രതികരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, ഈ കുറച്ചേറെ കടമ്പകളും ഇനി ബാക്കിയുണ്ട്. ഫിഫയുടെ അംഗീകാരം നേടിയെടുക്കുന്ന കാര്യത്തിലാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഈ സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ പോലും, പക്ഷേ സ്റ്റേഡിയത്തിലെ ടർഫ് ഫിഫ സ്റ്റാൻഡേർഡ് ആയിരിക്കാം, പക്ഷേ സ്റ്റേഡിയം ഫിഫയുടെ റാങ്കിങ്ങിൽ വരുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണ്? എത്രമാത്രം അത് ടൈം എടുക്കുന്നതാണ്? അല്ല, അതിനകത്ത് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതൊരു വളരെ ഈസി പ്രോസസ് ആണോ ഈ ദിവസങ്ങളിൽ തീർക്കാൻ പാകത്തിന്? സംശയം കൊണ്ടാണ്. അല്ല, ഈസി പ്രോസസ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ അത് നമ്മൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ ഒരു 10-15 ദിവസമായില്ല, ഒരു മാസമായിട്ട് നമ്മൾ കൊച്ചി സ്റ്റേഡിയം ഫൈനലൈസ് ചെയ്തതിന് ശേഷം നീക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ഫൈനൽ സ്റ്റേജിനാണ് ഉള്ളത്. കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ അത് കഴിയും. ഒരു ഫിസിക്കൽ വിസിറ്റ് ഒക്കെ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ അണ്ടർ-17 ലോകകപ്പ് നടന്ന ഒരു സ്റ്റേഡിയത്തിൽ ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നതിലുള്ള പ്രശ്നം ഏത് തരത്തിലാണ് നമുക്ക് മുന്നിൽ തടസ്സമുള്ളത്, ശ്രീ ആൻഡോ അഗസ്റ്റിൻ? അതല്ല, അത് അണ്ടർ-17 വേൾഡ് കപ്പ് നടക്കുന്നത് ഒരു ലോകകപ്പ് ടീം കളിക്കുന്നത് നമ്മൾ രണ്ടായിട്ട് കാണുന്നത്. കാരണം അണ്ടർ-17 എപ്പോഴും കാണുന്നത് അപ്കമിങ് കൺട്രികളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ അതൊരു സ്റ്റാൻഡേർഡ് തൊട്ട് താഴെയുള്ള സ്റ്റാൻഡേർഡിലാണ് കാണുന്നത്. പക്ഷെ അതിന് ഫിഫ സ്റ്റാൻഡേർഡ് അപ്രൂവൽ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ശരിക്കും ഫിഫ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയം ആണ്. ഇപ്പൊ എനിക്ക് 4 സ്റ്റേഡിയം ഇന്ത്യയിലുണ്ട്. 4 സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിലുള്ളതാണ്. അഹമ്മദാബാദ് സ്റ്റേഡിയമാണ് ഫിഫ അപ്രൂവലുള്ള സ്റ്റേഡിയം. അപ്പൊ നമുക്കിത് ഫിഫ അപ്രൂവൽ കിട്ടിയാൽ പിന്നെ ഇന്റർനാഷണൽ മാച്ചുകൾ നമുക്ക് സുഖമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ ഫിഫയുടെ ക്രൈറ്റീരിയയിൽ നമ്മൾ അതിൽ മാറ്റം വരുത്തുന്ന ഏതൊക്കെ ഇതിലാണ്? സീറ്റിംഗിലും സെക്യൂരിറ്റി ഏതൊക്കെ സാഹചര്യത്തിലാണ്? എനിക്കൊന്ന് 40 ക്രൈറ്റീരിയ ഉണ്ട്. ഈ 40 ക്രൈറ്റീരിയയിൽ മാറ്റം വരുത്തുന്നത് നമ്മളിപ്പോ ഏറ്റവും ആദ്യം LED ലൈറ്റ്സ് മാത്രം, പിച്ചിനകത്ത് ചെറിയ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ സീറ്റിംഗിന്റെ അകത്ത് നമ്പേർഡ് സീറ്റിംഗ് ആയിരിക്കണം, ഇത്ര സീറ്റിംഗ് വേണം. അതുപോലെ തന്നെ ഇവാക്വേഷൻ പ്ലാൻ വേണം. അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യണം. മെഡിക്കൽ റൂംസ് വേണം. അതുപോലെ ട്രെയിനിങ്, നമ്മുടെ കളിക്കാരുടെ മറ്റേ ഡ്രസ്സിംഗ് റൂമുകൾ, ഇന്ന ഫെസിലിറ്റീസ് വേണം, ഐസ് ബാത്ത് വേണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം അത് സ്റ്റാൻഡേർഡ് വരുന്ന നമുക്ക് എല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവാക്വേഷൻ ആയിരിക്കും തോന്നുന്നു പക്ഷേ അല്പം കഠിനമായിട്ടുള്ള പ്രോസസ്. കാരണം ഇവാക്വേഷൻ നടത്തുമ്പോൾ ഇത് പല ടയർ ആയിട്ടാണല്ലോ നമ്മുടെ സ്റ്റേഡിയം. അങ്ങനെയല്ല, 22 ഇവാക്വേഷൻ ഗേറ്റുകളാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ സ്റ്റേഡിയത്തിൽ 28 എണ്ണം ഉണ്ട്. 6 എണ്ണം കൂടുതലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 50,000 കപ്പാസിറ്റി ഉള്ളൂ. 50,000 1 ലക്ഷം കപ്പാസിറ്റി ഉള്ളവർക്ക് 22 വേണ്ടത്. നമുക്ക് 28 ഉണ്ട്. അപ്പൊ 50,000 അല്ലേ നമുക്ക് കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ നേരെ പകുതി തന്നെ മതിയാവും. പക്ഷെ നമുക്ക് 28 ഉണ്ട്. അത് വലിയ പ്രശ്നമില്ല. ഇനി അതിനുമപ്പുറത്തേക്ക് ഇനി എപ്പോഴാണ് നമുക്കൊരു ഈ ഓസ്ട്രേലിയൻ ടീമിന്റെയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനൊക്കെ ഒരു കൺഫർമേഷൻ അവർ എന്നത്തേക്ക് തരാമെന്ന് ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയർമാൻ ഉൾപ്പെടെ അവിടെ അർജന്റീന അസോസിയേഷനുമായി സംസാരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അവർ തന്നെ പുറത്തു വിടുമോ? ഞാൻ ഇതിന് ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതൊരു ടീമുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഫസ്റ്റ് തുടങ്ങിയേ പറയുന്നുണ്ട്. എന്തുകൊണ്ടോ അത് മാധ്യമങ്ങൾ മറക്കുകയാണ്. വളരെ മോശമായ പരിപാടിയാണത്. കാരണം ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ആരാണ് നടത്തുന്നതെങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ആരാണ് ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് നടത്തുന്നത്? അത് ഫിഫയാണ്. ഫിഫ ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും. ആ ഓഫീസറുടെ നേതൃത്വത്തിലാണ് മാച്ച് നടക്കുക. അതിന്റെ അകത്ത് കളിച്ച് ജയിച്ചാൽ 2 പോയിന്റ് കൂടുതൽ കിട്ടും. അത് തോറ്റിട്ടുണ്ടെങ്കിൽ 2 പോയിന്റ് കുറയും. ഇത് ഒരു ഫിഫ റാങ്കിങ്ങിൽ ഇപ്പൊ ഞാൻ പറയാം, അർജന്റീന 1-ാം സ്ഥാനത്തായിരുന്നു. അർജന്റീന 3-ാം സ്ഥാനത്തേക്ക് പോയി. കാരണം എന്താ? അവർ കുറെ ഫ്രണ്ട്ലി മാച്ചുകൾ തോറ്റു. അപ്പൊ 1 പോയിന്റ് കുറഞ്ഞേ വരുള്ളൂ. ഓസ്ട്രേലിയ 35-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് റേറ്റിംഗ് വന്ന സമയത്ത് 25-ലേക്ക് മാറി. എങ്ങനെയാ മാറിയത്? അവർ കഴിഞ്ഞ 14 കളികളിലും എല്ലാ കളികളും അവർ ജയിച്ചു വരികയാണ്. അപ്പം ഇതൊരു ടീമുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്തെടുക്കുന്ന തീരുമാനമല്ല. ടീം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അവരുടെ പെർമിഷൻ അവരെന്ത് ചെയ്യുക? അവരൊരു ടയർ 1 ഫോം സൈൻ ചെയ്ത് തരും. ഓസ്ട്രേലിയ, അർജന്റീന, നമ്മുടെ ഫെഡറേഷൻ, നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്ത് ഫിഫയ്ക്ക് കൊടുക്കും, AFCക്ക് കൊടുക്കും. AFC അത് ഫിഫയ്ക്ക് കൊടുക്കും. ഫിഫ അങ്ങനെയാണ് ഡേറ്റ് ഏത് വിൻഡോ ആണെന്ന് അനൗൺസ് ചെയ്യുക. ആ വിൻഡോ നവംബർ അങ്ങനെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു ബോധ്യം ഇല്ലാതെ പറയാണ് അർജന്റീന വിചാരിച്ചിട്ടാണ് മാറ്റി വെക്കുന്നത്, ഓസ്ട്രേലിയ വിചാരിച്ചിട്ടാണ് മാറ്റി. ഫിഫ അനുമതി തന്നില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ കഴിയില്ല. ഫിഫ അനുമതി ബുദ്ധിമുട്ടുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. എത്ര നാളായി ഇത് പറയുന്നത്? ഫിഫയുടെ വിൻഡോയാണ്, ഫിഫയുടെ അണ്ടറിലാണ് നമ്മൾ കളിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഫിഫ അണ്ടറിലാണ് ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചസ്. പക്ഷെ അപ്പോഴും അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു ഓക്കെ ഫിഫയോട് പറയേണ്ട സാഹചര്യമുണ്ടല്ലോ. അല്ലല്ല, ഞാൻ പറയുന്നത് വലിയ മാധ്യമങ്ങളാണ് ഇന്ത്യ ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അറിയാം എന്ന് പറയുന്നത് പൊട്ടത്തരം വിളിച്ചു പറയാൻ പാടില്ലല്ലോ.
അതിലെങ്ങനെയാ ഫിഫയുടെ റാങ്കിങ്ങിലുള്ള കളിക്ക് എങ്ങനെയാ അർജന്റീനയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയുക, ഓസ്ട്രേലിയക്ക് തീരുമാനം എടുക്കാൻ കഴിയുക? അവർക്ക് എന്ത് ചെയ്യാ, നമ്മൾ അവരോട് ധാരണ ഉണ്ടാക്കണം, അവർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവസാനിച്ചു അതോട് കൂടിയിട്ട്. അതറിയാതെ വെറുതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ എന്നുള്ളതല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു 8 മാധ്യമങ്ങളുണ്ട്. ആ 8 മാധ്യമങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് എങ്ങനെയും തർക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫിഫയ്ക്ക് എങ്ങനെ അവിടുത്തെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക ഞങ്ങൾ അർജന്റീനയ്ക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഫൈൻ കിട്ടും ഫിഫേന്റെ അടുത്തുനിന്ന്. കാരണം അവർ ഓൾറെഡി ഫോം സൈൻ ചെയ്ത് കൊടുത്താൽ പിന്നെ അതോടുകൂടി അവസാനിച്ചു. വളരെ മോശം പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ കളി ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു ഇപ്പൊ അർജന്റീന ടീമിന്റെ ഒഫീഷ്യൽ വിസിറ്റ് ഉണ്ടായിരുന്നല്ലോ കൊച്ചിയിലേക്ക്. ഓസ്ട്രേലിയൻ ടീമിന്റെ ആരെങ്കിലും എത്തുന്നുണ്ടോ കേരളത്തിലേക്ക് ഉടൻ? അല്ല, അവരൊക്കെ വന്നു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലാണല്ലോ പ്രശ്നം. നിങ്ങളെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തന്ന പ്രശ്നമാണല്ലോ. ലാസ്റ്റ് അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി കളയും ലോകത്ത്. ഒരു കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന പണിയാണ്. ഇനി ഓസ്ട്രേലിയ ടീമിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി. ഇവിടുന്ന് നമ്മുടെ എന്താണ് ഈ പിന്നെ ഡാനിയൽ കബ്രേറ വന്നു അർജന്റീനയിൽ നിന്ന്. അവർക്ക് കിടക്കപ്പുറതിയില്ല. ഇവിടുന്ന് മെസ്സേജും വിളിയും അയാളുടെ ഇൻസ്റ്റാഗ്രാമിലും അയാളുടെ ഫേസ്ബുക്കിലും കയറിയിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു വികസന വിരോധികളായിട്ടുള്ള കേരളത്തിലെ മാധ്യമങ്ങളുണ്ടല്ലോ, വളരെ മോശം പരിപാടിയാണ്. നടന്നില്ല ഇപ്പൊ എന്താ സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാനില്ലല്ലോ, ആരും പൈസ ഒന്നും മുടക്കിയിട്ടില്ലല്ലോ. പക്ഷെ വളരെ വികസന വിരോധികളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ മെസ്സിനെ കുറിച്ചിട്ടോ അർജന്റീനയെ കുറിച്ചിട്ടോ ഓസ്ട്രേലിയനെ കുറിച്ചിട്ടോ അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൽ ഫിഫ റാങ്ക് വിൻഡോയിൽ അർജന്റീന കളിക്കും, ഓസ്ട്രേലിയ കളിക്കും. അതിന്റെ അകത്ത് നായകനായിട്ട് വരുന്നത് മെസ്സിയാണ്. അതിനകത്ത് ഓസ്ട്രേലിയന്റെ ക്യാപ്റ്റൻ അടങ്ങുന്ന A ടീമാണ് വരുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഒരു ഇന്റർനാഷണൽ വിൻഡോയില് ഒരു കളി കളിക്കാന്ന് പറയുന്നതിന് വലിയ ഞാൻ പറയുന്നത് നമ്മൾ ഈ ഫിഫ റാങ്കിങ്ങിൽ പോലും ഇല്ലാത്ത രാജ്യമാണ്. നമുക്ക് ഇന്ന് വരെ ഒരു കളി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്റർനാഷണൽ വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടുന്നതിന് വലിയ കാര്യമാണ്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അതിന്റെ മേലെ എത്ര എഫേർട്ട് ഉണ്ടാവും, എത്ര ആൾക്കാർ അതിന്റെ മേലെ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ടർ TV മാത്രമായതുകൊണ്ടല്ല, ഇന്ത്യയിലെ ഫെഡറേഷൻ, ഫുട്ബോൾ ഫെഡറേഷൻ, കേരള ഗവൺമെന്റ്, അതുപോലെ AFC എന്ന് പറയുന്നത് ഏഷ്യ ഫുട്ബോൾ ഫെഡറേഷൻ, ഇതെല്ലാം ഇതിന്റെ ഭാഗത്ത് നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ആന്റോ അഗസ്റ്റിൻ എന്തോ മെസ്സിനെ പോയി ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നുള്ള അർത്ഥത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ 25-ാം തീയതി ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 25-ാം തീയതി നമുക്ക് വേണ്ട എന്താ പറയുക, അർജന്റീനയുടെ എല്ലാ സംവിധാനങ്ങളും അവസാനിച്ചു കഴിഞ്ഞു. അവരെല്ലാ ഡോക്യുമെന്റേഷൻ തന്നു, അവരുടെ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഓസ്ട്രേലിയയുടെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തു. അവരുടെ വിസ പ്രോസസ്സും അവരുടെ ഡോക്യുമെന്റേഷനും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണ്, വേണം. ആ അപ്രൂവലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേഡിയത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ അപ്രൂവൽ എടുക്കണം. അതിന്റെ ഡോക്യുമെന്റേഷൻ മുഴുവൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ മുന്നിൽ സ്റ്റേഡിയം ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്ത്യയിൽ തന്നെ സ്റ്റേഡിയം ഇല്ല. നമ്മുടെ സർക്കാരെങ്കിലും അതെങ്കിലും ചെയ്തില്ലേ? ഇന്ത്യയിൽ, കാരണം 130 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഒരു ഇന്റർനാഷണൽ മാച്ച് നടത്താനുള്ള ഫിഫ സ്റ്റാൻഡേർഡ് ഇല്ല, ഫിഫ അപ്രൂവ്ഡ് സ്റ്റേഡിയം ഇല്ല എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു കളി കളിക്കാൻ കഴിയുക? നമ്മളിവിടെ എന്താണ് ജില്ലാടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കളിച്ചുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. നമ്മളിവിടെ ISL ടീമുകൾ ഉണ്ടാക്കി കളിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഒരു ലോകകപ്പെങ്കിലും കളിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങൾ? എന്തുകൊണ്ടാണ് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യപ്പെടാത്തത്? ഞാൻ പറയുന്ന 1000 വാക്ക് പറയുന്നതിന്റെ അകത്ത് ഒരു വാക്കെടുത്ത് അത് കാർഡാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫിഫ സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തിയെന്ന് പരിശോധിക്കാൻ ഫിഫയുടെ സംഘം എത്തുമോ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പൂർത്തിയാക്കി എന്ന് ബോധ്യപ്പെടുത്തുക? അതൊക്കെ ഏജൻസികളുണ്ട്. ആ ഏജൻസികൾ വന്ന് സ്റ്റഡി ചെയ്ത് അതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അതിന് ഫിഫ അക്രഡിറ്റേറ്റഡ് ഏജൻസികളുണ്ട് ലോകത്ത്. അപ്പോൾ അത് ഈ അടുത്ത 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ സ്റ്റാൻഡേർഡ് ഒരു 70% കഴിഞ്ഞതാണ്. ഇനി നമ്മുടെ കുറച്ച് അപ്രൂവൽസ് ഒക്കെ കിട്ടാനുള്ളത് അത് നമ്മുടെ ഗവൺമെന്റ് ആണ് തരേണ്ടത്. അത് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിൽ വർക്ക് പൂർത്തീകരിച്ചിട്ടല്ലേ തരാൻ കഴിയുള്ളൂ, അല്ലാതെ നമുക്ക് എടുത്ത് തരാൻ കഴിയില്ലല്ലോ. അത് ഞാൻ പറയുന്നത് ഇത് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അർജന്റീന ഓസ്ട്രേലിയ മാധ്യമങ്ങൾ പറഞ്ഞിട്ട് അർജന്റീന മാധ്യമം പറഞ്ഞിട്ട് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകാത്തത്. നിങ്ങൾ ഇപ്പോഴും അർജന്റീനയുടെ വെബ്സൈറ്റിലും അർജന്റീനയുടെ സൈറ്റുകളിലും എടുത്ത് കയറി നോക്കിക്കേ. എന്താ അതിനകത്ത് ക്ലാരിറ്റിയോടുകൂടി എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഇത് മനസ്സിലാക്കുന്നില്ലാന്നേ. ഏതോ മാധ്യമം പറഞ്ഞു, ഏത് മാധ്യമം പറഞ്ഞത്? എന്താവശ്യത്തിന് വേണ്ടിയിട്ടാ പറഞ്ഞത്? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ അവർക്കൊരു ഇപ്പൊ നിങ്ങൾ എന്ത് വാർത്ത ഉണ്ടാക്കുന്നത്?
അതുപോലെ തന്നെ അവരുടെ രാജ്യത്ത് വാർത്ത വേണ്ടേ? ആ വാർത്തയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വാർത്തയാക്കാനുള്ള അവർ ടീമിനെ വെച്ചിട്ട് മാത്രമാണ് അവരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് യെഡിയൂർ സംസാരിച്ചു, മറ്റേയാൾ സംസാരിച്ചു, ഇദ്ദേഹത്തിന് മുഴുവൻ നമ്മൾ ഇവിടെ നിന്ന് മറുപടി. നമുക്ക് 1000 കൂട്ടം പ്രശ്നങ്ങൾ, 1000 കൂട്ടം കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് 30 ദിവസത്തിനുള്ളിൽ. അപ്പൊ ഇത് മനസ്സിലാക്കുന്നേ ഇല്ല. വേറെ വല്ല രാജ്യത്തുമാണ് ഇത് നടക്കുന്നെങ്കിലുണ്ടല്ലോ അവർ ആഘോഷമാക്കി മാറ്റിയേനെ. ഇത് നമ്മുടെ നെഞ്ചത്തേക്ക് കയറാനും നമ്മുടെ പേര് മാറ്റാനും വേണ്ടിയിട്ട് ഇറക്കി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊന്നും ഞാൻ അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. വായിൽ വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഇത്ര എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ നമ്മൾ. ഈ ഒരു താങ്കളുടെ എഫേർട്ട് ഉറപ്പായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ അപ്പുറത്ത് നമുക്ക് ആകെ ഇപ്പോൾ നമുക്കൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് അത് താങ്കൾ മാത്രമാണ്. കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഒഫീഷ്യൽ റിലീസ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിവരങ്ങൾ തേടുമ്പോൾ ലഭിക്കാറില്ല. അതിൽ സ്പോൺസർ മറുപടി നൽകുമെന്നുള്ള വിവരം മാത്രമാണ് മിനിസ്ട്രിയിൽ നിന്ന് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ എന്ത് റിലീസ് ആണെന്നത് ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും ഉണ്ടായിരുന്നു. അവർ യോഗം ചേർന്നു. ആ യോഗത്തിന്റെ അതിനുശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്നലെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞില്ലേ എന്താണ് നടക്കുന്നതെന്ന്. നിങ്ങൾ എത്ര മാധ്യമങ്ങൾ അത് കൊടുത്തു? കേരളത്തില് എന്താ കൊടുത്തത്? ഏത് മാധ്യമങ്ങളാണ് കൊടുത്തത് ക്ലാരിറ്റിയോട് കൂടിയിട്ട്? ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക വേർഷം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെ യോഗം ചേർന്നിട്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മുഴുവൻ തീരുമാനം എടുത്തു. അത് പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു. അത് ഏത് മാധ്യമങ്ങളാണ് കൊടുത്തേ? അതെന്താ കൊടുക്കാത്തെ? മന്ത്രി എത്ര പ്രാവശ്യം പറഞ്ഞു? അപ്പൊ ഇനി ഇതിലേത് ക്ലാരിഫിക്കേഷനാണ് വേണ്ടത്? പിന്നെ ഫിഫ സ്റ്റാൻഡേർഡിലെ സ്റ്റേഡിയം നമ്മുടെ നാട്ടിൽ ഇല്ലാതെ നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ പണിയെടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? കൊച്ചി സ്റ്റേഡിയത്തിലൊന്ന് നോക്കൂ. 10,000-2000 ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് അവിടെ. അവിടെ സ്റ്റേഡിയം റീവാമ്പ് ചെയ്യാണ്. ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം റീവാമ്പ് ചെയ്യാണ് 30 ദിവസം കൊണ്ട് 10-70 കോടി രൂപ മുടക്കിയിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 4 ചാനൽ ഉണ്ടാക്കാം ആ പൈസ ഉണ്ടെങ്കിൽ, ഈ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെന്ന് വിചാരിച്ചിട്ടല്ല ഇതിന് ഇറങ്ങി തിരിച്ചത്. ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണിത്. ഗവൺമെന്റിന്റെ പ്രോഗ്രാം ഒഫീഷ്യൽ സ്പോൺസർ മാത്രമാണ് ഞാൻ വേണ്ട കാര്യങ്ങൾ എന്റെ ഭാഗത്ത് ഒരു വീഴ്ച പോലും പറ്റരുത് വിചാരിച്ചിട്ട് ക്ലാരിറ്റിയോട് കൂടി ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ വിജയിച്ചാൽ ഈ സംസ്ഥാനത്തിന് നല്ലതാണ്, ഈ രാജ്യത്തിന് നല്ലതാണ്. അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം രാവിലെ മെസ്സി വരുമോ എന്ന് ചോദിച്ചിട്ട് വിടും. മെസ്സി വരുമോ? എന്ത് മെസ്സി വരുമോന്ന്? വരണം ഉറപ്പായിട്ടും. ശ്രീ ആൻഡോ അഗസ്റ്റിൻ, താങ്ക് യു സോ മച്ച്. എന്തായാലും താങ്കളുടെ ഭാഗം വ്യക്തമാണ്. എന്തായാലും മെസ്സി വരുമെന്നുള്ള പ്രതീക്ഷയിലും സന്തോഷത്തിലും തന്നെയാണ് മുഴുവൻ ആളുകളും. മെസ്സി വരുമെന്നുള്ള ആകാംക്ഷ അത് ഇപ്പോഴുമുണ്ട്. എന്തായാലും ചില്ലറ കടമ്പകൾ ഇപ്പോൾ ശ്രീ ആൻഡോ അഗസ്റ്റിൻ സൂചിപ്പിച്ച പോലെ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം, അതിൻ്റെ ഫിഫ സ്റ്റാൻഡേർഡ്സ്, അതിൽ ചില ഏജൻസികളുടെ ഇൻസ്പെക്ഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം ടിക്കറ്റുകൾ വിൽക്കുന്ന കാര്യത്തിൽ തീരുമാനം ധാരണയിലെത്തുമെന്നാണ് സ്പോൺസർമാർ വ്യക്തമാക്കുന്നത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ ശ്രീ ആൻഡോ അഗസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ അവിടെ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ, ഫിഫ ക്രൈറ്റീരിയ അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമത്തിലാണ്. ഇനി എന്തൊക്കെയാണ് ഡാനി അവിടെ കണ്ടത് കൊച്ചിയിൽ? എൽദോ, വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ അതായത് സ്റ്റേഡിയത്തിനകത്ത് പ്രവേശനമില്ല. അകത്ത് ടർഫ് അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു സംരക്ഷണം കാര്യങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഉള്ളത് മറ്റ് കസേരകൾ അത് പുനഃക്രമീകരണം, ഒപ്പം തന്നെ പൂർണ്ണമായും അത് മാറ്റിവെക്കുന്ന നടപടികളുമെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. സ്റ്റേഡിയത്തിന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് പുറത്ത് നല്ലൊരു കാഴ്ചകളാണുള്ളത്. പുറത്തേക്ക് വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നവർ പറഞ്ഞ ദിവസം തൊട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിങ്ങോട്ട് വരാം. എൽദോയ്ക്കും പരിചിതമാണ് ഈ സ്റ്റേഡിയം പരിസരം. ഇതിങ്ങനെ ആയിരുന്നില്ല. ആ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് പ്രധാനമായും തന്നെ ഈ പാർക്കിംഗ് ബേകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കാരണം ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അത് ഉയർത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ അതിനെ സജ്ജമാക്കി എടുക്കേണ്ടത് ഫിഫയുടെ റൂൾ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണം. അതിനുവേണ്ടി പരിസരത്തുള്ള ചുറ്റുമതിൽ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം ഈ പാർക്കിംഗ് സ്ഥലമെല്ലാം തന്നെ ഒരു ചെളിക്കുണ്ട് എന്ന് പറയാൻ മാത്രമുള്ളൊരു സ്ഥലങ്ങളാണ്. ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ചുറ്റുപാടുകൾ ഇതല്ല. ഇങ്ങനെയൊന്നും അങ്ങനെയല്ല നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും തന്നെ മാറ്റുന്ന രീതിയിലേക്ക് ആ ക്രമീകരണങ്ങൾ നടക്കുന്നു. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നു. 2000-ഓളം തൊഴിലാളികൾ ദിനം പ്രതി ഇവിടെ പണിയെടുത്ത് പോകുന്ന രീതിയിലേക്ക് മുഴുവൻ സമയവും ഏതാണ്ട് നിർമ്മാണം നടക്കുന്നു എന്ന രീതിയിലാണ് ഇവിടെ എല്ലാം തന്നെ നടക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ കടകൾക്ക് ഒരു നോട്ടീസ് നൽകിയതായിട്ട് പറയുന്നുണ്ട്. 1 മാസത്തോളം ഈ കടകൾ അടച്ചിടണം എന്നുള്ള ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ അടക്കമുള്ളൊരു ഭാഗമായിട്ടാണ്
നോക്കുകയാണ് വരും ദിവസങ്ങളിലാണ്. പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ഈ കടയുടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഈ അണ്ടർ 17 മത്സരങ്ങൾ നടക്കുമ്പോൾ അത്തരമൊരു രീതി പറഞ്ഞിരുന്നു. അന്നൊരു കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു അത് നടപ്പിലാക്കുകയും ശ്രമിച്ചത്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ദിവസങ്ങൾ കുറച്ചേക്കാം, ഒരു മാസമല്ല, അതിൻ്റെ ഒരു ദിവസങ്ങൾ അതിനനുസരിച്ച് കുറച്ചേക്കാം, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് കുറച്ചേക്കാം. പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അണ്ടർ 17 മത്സരങ്ങളിലും നമ്മളത് കണ്ടതാണ്, ആ രീതിയിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതിനെ കൂടി കുറച്ചുകൂടി ശക്തമായ രീതിയിലേക്ക് സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. 50,000 പേർക്കായിരിക്കും ഇവിടെ പ്രവേശനമെന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗം തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. കാരണം ഈ സ്റ്റേഡിയത്തിന് അനുമതി അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ കാര്യം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണ സജ്ജമാക്കുക പറഞ്ഞ സമയത്തിനുള്ളിൽ എന്നതാണ്. കാരണം അതിൽ ആർക്കും ഒരിളവും ആരും തന്നെ നൽകുകയില്ല. അത് പൂർണ്ണമായും തീർത്തിരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ടിക്കറ്റ് നിരക്ക് അടക്കമുള്ള കാര്യങ്ങളുടെ പ്രഖ്യാപനം വരണം, വിൽപ്പന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരണം. ഒരുപക്ഷെ അത് ഇതിനോടുകൂടി അനുബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരിക്കാം അതുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും ആ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഏതായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ വേഗം തന്നെ പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ പുരോഗതി തന്നെയുണ്ട്. ഒരുപാട് തൊഴിലാളികളടക്കം ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നിശ്ചിത തീയതിക്കകം തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതുമുണ്ട്. ഈ പ്രധാനമായും തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ കവാടമൊരുക്കൽ കൂടി ഇതിലുണ്ട് എന്ന് തോന്നുന്നു. അവിടെ മുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുക, റോഡ് കുറച്ചുകൂടി നവീകരിക്കുക, ചുറ്റുമതിലിൻ്റെ ഒരു നിർമ്മാണം, പാർക്കിംഗ് സൗകര്യങ്ങളിൽ നിന്നും ചുറ്റുമതിൽ കെട്ടിയാണത് എൻട്രൻസ് വേർതിരിക്കുന്നത്. അതെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ എത്തിയാൽ കാണാനായിട്ട് സാധിക്കുക സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ. എന്തോ റൈറ്റ്, സ്റ്റേഡിയത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, നവീകരണങ്ങൾ നടക്കുന്നുണ്ട്. നവീകരണ സാധ്യതകൾ അത് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ പ്രധാന കവാടം മുതൽ സ്റ്റേഡിയത്തിനുള്ളിലും നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ അവിടെ കൊച്ചിയിൽ നിന്ന് നേരിട്ട് കണ്ട് വിവരങ്ങൾ കൈമാറുന്നത്. ഒപ്പം ശ്രീ ആൻഡോ അഗസ്റ്റിൻ പ്രതികരിച്ചതുപോലെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങളൊക്കെ മറികടന്ന് ഫിഫ അനുമതി നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിഫ അനുമതി മറ്റൊന്നിനുമല്ല, സ്റ്റേഡിയം സംബന്ധിച്ചാണ്, സ്റ്റേഡിയത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ്. എന്തായാലും ഡാനി പോളാണ് കൊച്ചിയിൽ ചേർന്നത്.